ബിഗ് ബോസിൻ്റെ ഈ സീസൺ കാണുന്ന എല്ലാവർക്കും ഉണ്ടെങ്കിൽ അതിലെയും നൂറയും ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും. ഇതേ കണക്ക് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നൂറ ഉണ്ടെങ്കിൽ തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഇതേ കണക്ക് പറയുന്നുണ്ടായിരുന്നു. തൻ്റെ ചെറുപ്പത്തിലുണ്ടെങ്കിൽ താൻ സൗദിയിലായിരുന്നു. ആ സമയത്ത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ തന്നെ ഉണ്ടെങ്കിൽ മോശമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു അങ്ങനത്തുള്ള രീതിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ തൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് അതുപോലെ തന്നെ തൻ്റെ ഒരു സഹോദരി അടുത്ത് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. ഇത് ഇറങ്ങിയതിന് ശേഷം കൊണ്ട് ഒരുപാട് പേര് ഇപ്പോൾ രംഗത്ത് വന്നിട്ട് ഇതൊക്കെ ഇവൾ കള്ളമാണ് പറയുന്നത്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും സൗദിയിൽ നടക്കത്തില്ല, ഇവൾ ഫുൾ ഫ്രോഡാന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു മനസ്സിന് തോന്നുന്നത് മാത്രമാണ്. ഇതേകണക്കുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ആ സമയത്തുണ്ടെങ്കിൽ ഇപ്പോൾ നൂറ ഇതിലെ കഥ പറയുമ്പോൾ 8ാം ക്ലാസ്സിലെങ്ങാണ്ടാണ് പഠിക്കുന്നതെന്ന് പറയുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും അറിയത്ത പോലും ഇല്ല. ഇത് നൂറ പറയുന്നുണ്ട്. ആ സമയത്ത് തനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്ത പോലും ഇല്ലായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ തൻ്റെ പേരൻസിൻ്റെ അടുത്ത് പോലും തനിക്കത് പറയാൻ വേണ്ടി പേടിയായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇങ്ങനത്തുള്ള ഷോയൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ആൾക്കാർ വന്ന് പറയുമ്പോഴാണ് പേരൻസ് ഉണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ ചോദിക്കുക, അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഒരുപാട് പേരുണ്ട് ഇതൊന്നും കള്ളമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അവർക്കുണ്ടെങ്കിൽ അത് വേറെ ഒരു തോന്നൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം മാത്രമായിരിക്കും, അതല്ലാതെ വേറെ ഒന്നുമല്ല.